ഹലോ ഗായ്സ്, വെൽക്കം ടു പിങ്കി റോക്സ്. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് ഗൈസ്. ഞാനിപ്പോൾ എണീച്ചതില്ലു. ഇവർക്കിപ്പോൾ ഉറങ്ങിക്കൊണ്ടുണ്ട്. ഇന്നൊരു വെള്ളിയാഴ്ചയാണ് ഗൈസ്. അതുകൊണ്ട് എല്ലാവരും ഭയങ്കര ഉറക്കമായിരിക്കും. ഞാൻ നേരെ തിരിച്ചാണ് ഗൈസ്, ഇൻട്രോവേർട്ട്. എല്ലാവരും ഉറക്കുമ്പോൾ ഞാൻ എണീച്ചിരിക്കും. അപ്പോൾ കുറച്ച് ഉറക്കെല്ലാം തെളിഞ്ഞിട്ട് ഞാൻ പല്ല് തേക്കാൻ പോകും ഗൈസ്. ഞാനിവിടെ എല്ലാവരും ഉറങ്ങുന്ന ദിവസമാണ് ഗൈസ്. അപ്പം ഞാൻ എല്ലാവരും ചൊറിയും. എനിക്ക് ഭയങ്കര മനസ്സൊക്കെയാണ് എല്ലാവരും ചൊറിഞ്ഞ. ഓക്കെ, അപ്പം നമുക്ക് നേരെ പോയി പല്ല് തേക്കാണോ? അപ്പോൾ ഞാൻ പല്ലൊക്കെ തേച്ചു. ഇനി മുടി കെട്ടിട്ട് നമുക്ക് അവർ ചൊറിയാൻ പോവാം ഗൈസ്. ഞാനിത് രാത്രി ഉറങ്ങുമ്പോൾ കെട്ടിയ കോലാണ് കേട്ടോ. ഇങ്ങനെ കുറേ ഞെലും കുറേ ഇടാം. മുടി കെട്ടിട്ട് വരാം ഗൈസ്. അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ചുരുട്ടൊക്കെ ഇട്ട് അത്രയും മുടിയിലോ ചുരുട്ടിക്കരാം. ഓക്കെ, അപ്പം നമുക്ക് പോയിട്ട് അവരെ ചൊറിയാം ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെ ചൊറിയാൻ. ഫസ്റ്റ് ലൈറ്റ് ഇട്ട് അവരെ ഉപദ്രവിക്കണം. ഞാൻ ഓർക്കുമ്പോൾ അവരിങ്ങനെയാണ് ഉപദ്രവിക്കാറ്. അപ്പോൾ ഫസ്റ്റ് അച്ഛനിൽ നിന്ന് തുടങ്ങാം. സത്യം കണ്ണു തുറന്നു ഗൈസ്. മണ്ണിച്ച് നമുക്ക് വിടാം ഗൈസ്. ഞാൻ പൊട്ടിത്തെറിക്കും ഗൈസ്. ഇല്ലെങ്കിൽ ഞാൻ സാധാരണ ദിവസങ്ങളെല്ലാം 12 മണിയാവാതെ എണീക്കൂല ഗൈസ്. ഇന്ന് വെള്ളിയാഴ്ച കൊണ്ട് ഭയങ്കര വ്യത്യസ്തമാണ് ഞാൻ. ഞാൻ വെള്ളം കുടിച്ചിട്ടാ ഗൈസ്. ഞാൻ എണീച്ചാട് എല്ലാ ദിവസവും വെള്ളം കുടിക്കും. ഇന്നെന്തോ മറന്നു പോയി, വെള്ളം കുടിച്ചിട്ടില്ല. മറ്റേതുണ്ടാ? ഓക്കെ ഗൈസ്. അപ്പോൾ വേറൊരു വെള്ളം ഉണ്ട്, അത് കുടിക്കാം. ഇത് ഞാൻ കുടിക്കുന്നത്. അപ്പോൾ ഇതൊരു ടർമറിക് വാട്ടറാണ്. എന്തിനൊക്കെയോ നല്ലതാണ്. സ്കിന്ന് വൈറ്റ് നിങ്ങൾ നല്ലതാണ്. വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല, ബട്ട് നമ്മുടെ ഹെൽത്തിന് വേണ്ടി കുടിക്കും. പക്ഷേ കുടിക്കുന്നു. ഞാൻ കുടിച്ചിട്ട് വരാം. ഞാൻ ഇത് കുടിച്ചു കഴിഞ്ഞു. അപ്പം അച്ഛൻ എണീച്ചു കേട്ടാ. അച്ഛൻ വേഗം എണീക്കും. അച്ഛൻ നല്ല കുട്ടിയാണ്, ഗുഡ് ബോയ്. അങ്ങനെ അച്ഛൻ എണീച്ചാടും വാർത്തയൊക്കെ കേൾക്കാൻ തുടങ്ങി ഗൈസ്. ഭയങ്കര ഗുഡ് ബോയ് ആണ്. നമുക്ക് മനുഷ്യനെ ഒന്നും കൂടി ചൊറിയാം. മനുഷ്യൻ കാട് നടക്കുന്നല്ല ഗൈസ്. ഭയങ്കര സാധനമാണ്, ഭയങ്കര സാധനമാണ്. എന്നെക്കാട്ടി കുർത്തക്കിടാണ്, കുർത്തങ്ങട്ട കുട്ടിയാണ്. ഞാൻ കുറച്ച് ചൊറിഞ്ഞ് ശരിയാക്കിയിട്ട് എണീച്ചിട്ട് വരാട്ടെ ഗൈസ്. ഗൈസ്, അമ്മ എന്തായാലും എണീക്കുന്നില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ വിട്ടു ഗൈസ്. ഞാൻ പരമാവധി ശ്രമിച്ചു, ബട്ട് മണിച്ചി നോ അനക്കം. അച്ഛനുണ്ട്. ഞാൻ പുറത്തു പോട്ടാ. എനിക്ക് പുറത്ത് പെർമിഷൻ കിട്ടി. അയ്യോ അയ്യോ അയ്യോ. ഇല്ലെങ്കിൽ അച്ഛനില്ലാത്തപ്പോൾ എന്നെ വിടില്ല കേട്ടോ. എനിക്ക് അച്ഛൻ പുറത്ത് ഓഫീസിൽ പോയിട്ടുണ്ടാവാം. ഞാൻ എത്ര കൊല്ലം പറ്റാം. എത്ര കാലമായി സൂര്യനെല്ലാം കടിച്ച് 12 മണിക്ക് എണീക്കും. ചോറും ചായയും ഒരുമിച്ച് കുടിക്കും. അതായിരുന്നു എൻ്റെ ലൈഫ് ഇത്രയും ദിവസം. സൺ കിസ് മീ. ഞാൻ കുറച്ച് സമയം വിറ്റമിൻ ഡി എല്ലാം എടുക്കാൻ വന്നതാണ്. ഫ്രീ ആയിട്ട് കിട്ടുന്നതല്ലേ. ഓസിനിട്ടൊന്നും വിടാൻ പാടില്ല ഗൈസ്. കാൽ രസം മുകളിൽ പോയാ എന്തിപ്പോ അങ്ങനെ അറിയോ, സൂര്യനിങ്ങനെ കടിച്ച് കൊല്ലും. അനോണിമസ് കാർ വരുന്നതിനെ തട്ടിക്കൊണ്ടുപോകാനാണോ? നമ്മൾ വീട്ടിൽ കയറി ഗൈസ്. എനിക്ക് അത്ര സൺകിസ് വേണ്ടാൻ തോന്നുന്നു. ഭയങ്കര ചൂട്. മണിച്ചി എന്നെ സൺകിസ് ചെയ്തു മണിച്ചി. ആരോട് പറയുന്നു ഞാൻ? മണിച്ചി എനിക്ക് ബാക്കിയുള്ള ദിവസങ്ങളും ഞാൻ കാണാൻ ഇവര് 10,000 പ്രാവശ്യം വിളിക്കും. എനിക്ക് പക്ഷെ ഞാൻ എനിക്കൂല. അതേപോലെയാണ് കിട്ടിയ ചാൻസ് അല്ലേ. സത്യം പറയല, എനിക്ക് ഭയങ്കര രാവിലെ എണീക്കണം ഭയങ്കര ആഗ്രഹമാണ്. ബിക്കോസ് നവോദയം ദിവസം അങ്ങനെ എണീക്കുന്നത്. അതെനിക്ക് ഇവിടുന്ന് ചെയ്യണം ആഗ്രഹമുണ്ട്. പക്ഷെ എന്താക്കാൻ പറ്റണ്ടേ ഗേൾസ്, പറ്റണ്ടേ. ഞാൻ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നുണ്ട് എണീക്കാൻ, പക്ഷെ പറ്റുന്നില്ല. എന്ത് ചെയ്യാനോ? ഓക്കെ, എനിക്ക് 12 മണി ആയാലും വെളുപ്പാവും. അതാണ് എൻ്റെ കുഴപ്പം. വേറെന്താ? വേറെ ഒന്നുമില്ല ഗേൾസ്. ഞാൻ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരട്ടോ. എന്നെ വെച്ച് പച്ചിട്ട് എന്തോ കണക്കുണ്ട് ഗേൾസ്. ഞാൻ ഇന്നലെ എന്തോ പേക്കിനൊക്കെ എടുക്കാൻ വേണ്ടി എണ്ണയിച്ചാണ്. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഈ കമ്പ്യൂട്ടറിൽ കണ്ടിട്ട് വരാട്ടോ. ഞാൻ എന്തെങ്കിലും തേങ്ങ മാങ്ങ ചക്ക എന്തെങ്കിലും കണ്ടിട്ട് വരാം. അപ്പൊ ഞാൻ ലാസ്റ്റ് നീതുമോള് ഫിക്സ് ആക്കി എന്തോ ഒരു ട്രാവലോ സംതിങ് വെറുതെ കാണാം. അങ്ങനെ ഞാൻ നടക്കാൻ പോണേ അല്ലേ? അച്ഛൻ വിളിച്ച് നടക്കാൻ വരുന്നുണ്ടോ? ഞാൻ പറഞ്ഞു ഞാൻ വരുന്നുണ്ട്. എടാ അച്ഛൻ നടക്കാൻ പോണേ? എപ്പോഴാണ് പോലും ഇവിടുത്തെ പാർക്ക് ഒട്ടും പോലില്ല. ബാക്കിയുള്ളൊരു
എന്നിപ്പോ കുഞ്ഞിനി പിള്ളേരെ ഞാൻ ഓരോന്നിൽ കയറുമ്പോ ഇങ്ങനെ ചിരിയറില് ഏല് പോന്നെ അതേത് കാറില് ഏലങ്ങ് പോവാ ഇല്ല ഗീസ് ഞാൻ അവിടെ എത്തിയിട്ട് കാണാം 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 ഞാൻ ബാച്ചൻ എന്ത് സ്ലോ എടുത്തിരുന്നു എങ്കിലും പോവാ ചാവി ഉണ്ടാവില്ല ആവശ്യത്തിന് അച്ഛൻ എന്റെ കൊറേ കണ്ടിട്ട് ചെയ്തായിരുന്നു അച്ഛൻ ട്രൗസർ ഇട്ടിട്ട് പോവാ ചിക്കൻ ഫ്രൈ അയാൾക്ക് ആയിട്ട് അതിൻ്റെ ഉള്ളില് എന്ത് ചൂട് അച്ഛൻ പറഞ്ഞു അമ്മയോട് പറഞ്ഞേ പറഞ്ഞിട്ട് ലോക്കാക്കിട്ട് വരാന്ന് പറഞ്ഞിട്ട് പോയി എനിക്ക് വേണ്ടി ചിക്കൻ ഫ്രൈ ആക്കാൻ വെച്ചിറക്കിയിട്ട് ആരും കൊല്ലുന്നേ എന്ത് വെയില് ഇങ്ങനത്തെ വെയിലാണ് ഇവിടുത്തെ മനുഷ്യന്മാരെല്ലാം പഠിച്ചു പോകുന്നത് നാട്ടിലെ പോലെ ലാട്ട കേസ് കുറച്ചും കൂടി ചൂട് കൂട്ടാനായി തോന്നി നമുക്ക് അകത്ത് ഏറ്റിലിരിക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല അതാണ് പലപ്പോഴും പുറത്തിറങ്ങിയാലേ ഇവിടുത്തെ കഷ്ടപ്പാടുള്ള നമുക്ക് മനസ്സിലാവും എൻ്റെ അച്ഛനെയും കൂളിംഗ് ഗ്ലാസ്സിന് അച്ഛൻ മാത്രം ഇട്ടു ഗൈസ് എനിക്കൊന്നും കുന്തവുമില്ല വേണ്ട നനമരമായ അച്ഛൻ എനിക്കൊരു കൂളിംഗ് ഗ്ലാസ് കാട്ടി തന്നു ഞാൻ പറഞ്ഞു എനിക്കത് വീണ്ടും ഈ സപ്പം നമ്മൾ ഓണ്ട് വീണി ഇപ്പൊ എത്തും ഇപ്പൊ കുറച്ചല്ല ഇപ്പൊ എത്തും അപ്പൊ എടുത്തിട്ടാണ് കൈ വേണ്ടി ക്യാമറ അച്ഛനല്ല എൻ്റെ മറ്റേ തൊപ്പിയും കൂളിംഗ് എടുത്തിട്ട് വലുതാണ് ഗൈസ് സത്യം പറഞ്ഞാൽ നമ്മളിത് രണ്ടാമത് ഈ കാലത്ത് യെസ് വരുന്ന വയ്ക്കില്ലേ ഗൈസ് അച്ഛൻ നമ്മളെ സങ്കടപ്പെടുത്തിയല്ല എന്നെ സങ്കടപ്പെടുത്തി ബിക്കോസ് അച്ഛൻ പറഞ്ഞു അച്ഛൻ ചേച്ചി നമ്മൾ നാട്ടിലെത്തി അയ്യോ ഗേൾസ് സങ്കടം അച്ഛൻ ഇപ്പൊ കാണലച്ച ഞാൻ ഇതില്ല നടക്കാൻ മൂന്നാൾ ഓടിക്കൂടാ ഞാൻ വലിയ സ്ലൈഡിലെല്ലാം കയറും എന്ത് തണുപ്പിടാ ഞാനിട്ട് കുറച്ചും ഇരുന്നിട്ട് പോവാ ഗൈസ് നമുക്ക് ആ കാണുന്നതുകൊണ്ട് അതിന് വർഷം ഇഷ്ടം നല്ല തണുപ്പ് ഇത് തണല് ഇവിടെ ഹൈ ഹൈ ഹൈമ ഹൈമ അപ്പം ഞാൻ കുറച്ച് ചില്ലൗട്ട് ചെയ്തിട്ട് വരാം കേട്ടോ എന്താണ്ട് പോന്നു ഏത് പക്ഷെ ആടെ പോകുന്നുണ്ട് കണ്ടോ ഞാൻ ആദ്യമായിട്ട് ഈ പാർക്കിലോട്ട് ഞങ്ങൾക്ക് ചതച്ച് ചതച്ച് എൻ്റെ തൊണ്ട പറ്റി വാല് വെല്ലമില്ല എന്നാലൊക്കെ ചതച്ച അത് അച്ഛൻ പിടിച്ചു ഓടിക്കഴിഞ്ഞാ ഷേ ഇടുന്നിട്ടാ ഗൈസ് അച്ഛൻ പുഷപ്പ് എടുക്കാൻ പോകുന്നു ഗൈസ് ഇടുന്നാ ഓ ഇതാണ് അച്ഛൻ്റെ പുഷപ്പിന്റെ സ്ഥലം അച്ഛൻ ഭയങ്കര എന്തോ ആണ് ഇനി എന്താ പറയുന്നത് എനിക്കറിയില്ല എത്ര എടുക്കും അച്ഛാ ഞാൻ എടുക്കുമല്ലോ 30 25 എടുക്കും ഞാൻ 25 ഗൈസ് 25 ഇങ്ങനെയൊക്കെ അയ്യോ അപ്പൊ അത്രയല്ലോ അപ്പൊ നമ്മ പോകുമ്പോ നമ്മൾ പാർക്ക് വിടുവാണ് ഞാനും ടിക്കറ്റ് മനസ്സിലെ പറഞ്ഞേ നമ്മുടെ വീട്ടിൽ മനസ്സി അമ്മ ഞാൻ മനസ്സിൽ വിളിക്കുന്ന ശരിയാ അമ്മ എന്താക്കി ഡോർ ലോക്ക് ചെയ്യാത്ത വിവരം അറിഞ്ഞിട്ട് ഡോറിന് മുമ്പിൽ കുറെ കസാല അതെല്ലാം വെച്ചു പ്രതിരോധനത്തിനായിട്ട് അത്രയല്ലോ ബായ് അല്ല അങ്ങനെ അവയല്ല മറ്റേ ക്വസ്റ്റ്യൻ ചെയ്യണം അതായത് എനിക്ക് ചെറുതായിട്ട് വട്ടായതാണ് കേസ് ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞു സത്യം പറഞ്ഞാൽ ഓക്കെ പിന്നെ അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചു നമുക്ക് നല്ല കുട്ടിയിട്ട് കുടിച്ചിട്ട് വരാം അപ്പോൾ അങ്ങനെ നല്ല കുട്ടിയിട്ട് കുടിച്ചിട്ട് വരാം ഓക്കെ നിങ്ങൾ പോയി കുളിക്കട്ടാ നല്ല കുട്ടിയാ ഓക്കെ ഓക്കെ എന്തെങ്കിലും ഒരു കുടിച്ചിട്ടാ മനസ്സിക്കില്ല ഞാൻ കേസ് എപ്പോഴും നിങ്ങൾ ട്രോളും വരണ്ടാ ഞാൻ കുളിച്ചു കേട്ടാ അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തുടങ്ങി ലൈസ് വേണ്ട എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതെന്താ ഡേറ്റ്സ് മുട്ട മറിച്ചിട്ടത് പയർ പിന്നെ ഉടനെ തന്നെ പാലും വരുന്നതായിരിക്കും അത് ഞങ്ങൾക്ക് പുൾസൈ നല്ലോണം വേവണം അതുകൊണ്ട് അല്ലെങ്കിൽ പുൾസൈ ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ ഇങ്ങനെ വെള്ളം മഞ്ഞ വരില്ലേ അതൊക്കെ ഒട്ടും ഇഷ്ടമല്ല ഇത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഗൈസ് അല്ലെങ്കിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ല ഫുള്ള് ചോറ് മാത്രമേ കഴിക്കില്ലോ അപ്പം ഓക്കെ അപ്പോൾ ഞാൻ അത് തപ്പിട്ട് വരാം അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചു കഴിഞ്ഞു ഞാൻ ഫുള്ള് കഴിച്ചു കംപ്ലീറ്റ് ആക്കി അയ്യോ എന്ത് പാട്ട് കുഴപ്പമില്ല അങ്ങനെ പാട്ടൊക്കെ ഡിസ്റ്റർബൻസ് ആണ് അല്ല അച്ഛൻ്റെ ഒരു പാട്ട് അച്ഛൻ എപ്പോഴും പാട്ടാണ് പക്ഷെ എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇങ്ങനെ ഡിസ്റ്റർബൻസ് ആയിട്ട് ഇട്ടിട്ട് ഇഷ്ടമാണ് എപ്പോഴും കഴിച്ചില്ല അപ്പോൾ ഡിസ്റ്റർബൻസ് ഇല്ലത് പാട്ട് ഭയങ്കര ഇഷ്ടം ലവ് മ്യൂസിക് എന്താ പറഞ്ഞേ ബ്രേക്ക്ഫാസ്റ്റ് ഫുള്ള് കംപ്ലീറ്റ് ആക്കി എല്ലാം ഞാൻ സാധാരണ എന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ലല്ലോ സാധാരണ എപ്പോഴെങ്കിലും കഴിച്ചാൽ എപ്പോഴെങ്കിലും വലിയ കഴിച്ചാലായി അങ്ങനെ കഴിച്ചോണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് വേറെ ഫുള്ളായിട്ടുണ്ട് ഇപ്പോൾ അത് ഞാൻ കുറച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് നടന്നു
പിന്നെന്താ പിന്നെ ഞാൻ ഇപ്പൊ തൊട്ട് ഫോൺ കുത്താൻ തുടങ്ങും. പിന്നെ എപ്പം കഴിയും. ഫോൺ കിട്ടിയാൽ പിന്നെ എനിക്ക് ഇതില്ല ഗൈസ്. ഫോൺ കുത്താൻ തുടങ്ങും. പിന്നെ അത് പഠിക്കാറുണ്ട് ഗൈസ്. ഞാൻ നല്ല കുട്ടിയാണ്. ഞാൻ എപ്പോഴും പഠിക്കും. എനിക്ക് ഹിന്ദിയിൽ നല്ലോണം പഠിക്കുന്നുണ്ട്. എനിക്ക് ഹിന്ദി പഠിക്കണം. ഹിന്ദി പഠിക്കണം. അല്ല ഫസ്റ്റ് ഹിന്ദി പഠിക്കണം, ഫോൺ നോക്കാം. ഹിന്ദി പഠിച്ചിട്ട് ഫോൺ നോക്കാം. അപ്പോൾ ഹിന്ദി പഠിച്ചിട്ടും ഫോൺ നോക്കിയിട്ടും വേറെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ വരാം കേട്ടോ. ബൈ 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 ബൈ. പാട്ട് നല്ല സ്ലോ ആയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാനൊരു ലവ് ഫയലാണ് എനിക്ക് ഇഷ്ടം. അപ്പൊ നമ്മൾ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഡിന്നർ പുറത്തുനിന്നാണ്. ഡിന്നർ അല്ല കേട്ടോ, ലഞ്ചാണ്. അപ്പൊ ലഞ്ച് പുറത്തതാ കഴിക്കുന്നത്. നമ്മൾ തെരഞ്ഞു പോവാണ്. നമുക്കൊരു ഇതില്ല കേട്ടോ, ഫിക്സ്ഡ് പോയിന്റ് ഇല്ല. ഇടയ്ക്ക് പോവാം, ഇടയ്ക്ക് വലിയ റെസ്റ്റോറന്റ് ആണ് ഗൈസ്. നല്ല കരീഫിന് വേണ്ടി സെറ്റ് ആക്കുന്നതാണ്. അപ്പൊ നമ്മൾ നമ്മുടെ എന്ത് റെസ്റ്റോറന്റ് ഹോട്ടലാ, ഒരു റെസ്റ്റോറന്റ് കണ്ടുപിടിച്ചു. വെയിലായിട്ടൊന്നും കണ്ടില്ല. അതാ ആ ചോന്ന സാധനമാണ്. അതാ ഒരു വണ്ടിയായിരുന്നു, എന്നെ കുത്തും. ഓക്കെ ഗൈസ്, നമ്മൾ മലയിലെ താർവാറിന് വറുത്ത് അച്ഛൻ പറ്റിച്ചാണ്. എന്താണെന്നറിയോ, അവിടെ മല അതാ അവിടെ, ഇവിടെ താൽവാരം. അതാണ് അച്ഛൻ ഉദ്ദേശിച്ചത്. ഞാൻ ചോദിച്ചു മലേന്റെ അടിയിലാറ്റം പോയിട്ട് നമുക്ക് പോയിട്ട് നോക്കാം. ഗൈസ് ഇതാണ് കേട്ടോ, നമ്മളവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. വെയിറ്റ് ചെയ്യും. നമ്മൾ വേറെ സ്ഥലത്ത് കൊണ്ടുവന്ന് പറഞ്ഞു. നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ഭയങ്കര ചൂട് വെച്ചിട്ട് പുറത്തത്തെ വെയിലാണ് കേട്ടോ. അപ്പോൾ എന്താണ് നമ്മൾ മന്തി കഴിക്കാൻ പ്ലാൻ ചെയ്തത്. അപ്പോൾ നമ്മളൊരു സ്ഥലത്തെത്തി. ഞാൻ ചെറിയ ഹോട്ടലിലേക്ക് നല്ല റെസ്റ്റോറൻറ്റ്, പക്ഷേ നല്ല സെറ്റപ്പ് ഉണ്ടോ. അറബീസിനെ അറബിക്കല്ലേ കഴിക്കുന്നത്. നല്ല സുഖം പിടിക്കും. നല്ല ചൂടത്ത് നല്ല തണുത്ത്, ചൂടത്ത് നല്ല തണുത്ത്. അച്ഛൻ എന്തോ നോക്കാൻ പോയതാണ്. വേണ്ട നല്ല കുറേ ആക്കി കഴിക്കാൻ പറ്റുന്ന റൂമാണ്. എന്താ ചില തുറത്ത് നോക്കുന്ന ജീവനക്കാർ. അപ്പം അച്ഛനെന്തോ സെലക്ട് ചെയ്യാൻ പോയതാണ്. എന്നാൽ മന്തി ഫിക്സ് ആക്കിട്ടാ. അപ്പൊ നമ്മൾ മന്തിയിലെ വന്നിട്ട് നേരത്തെ നല്ല പരിപാടിയാണ്. അപ്പൊ നമ്മൾ ഇതൊക്കെ കാല് നോക്കിയിട്ട് വരാം. ഓക്കെ, ഞാൻ ഫുള്ള് ക്ലീൻ ആക്കിട്ടോ. ഇതെല്ലാം എൻ്റെ ഏരിയ ആയിരുന്നു, ഇത് അവരുടെ ഏരിയ ആയിരുന്നു. അപ്പൊ നമ്മൾ ഫുള്ള് കലക്കി എല്ലാവരും ഭയങ്കര വയറൊക്കെ പൊട്ടിച്ചിരിക്കുകയാണ്. യെസ്, മട്ടൻ സൂപ്പർ ആയിരുന്നു മനസ്സ് പറയുന്നത്. എനിക്കൊന്നും തോന്നുന്നു എന്നോട് റോളാ. ഓക്കെ, അപ്പൊ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ സത്യം പറഞ്ഞാൽ മന്തി അടിപൊളിയാണ്. അത് പറയാൻ മറന്നു പോയിട്ടുണ്ടായി അല്ലേ മനസ്സി? അല്ല അച്ഛൻ വേറെ കൂടി ഇപ്പൊ കഴിച്ചു. ഓക്കെ, ഐസ്ക്രീം കഴിക്കാനാക്കി വരികയാണ്. ഓർഡർ ചെയ്തു. നല്ല ചൂടത്ത് നല്ല തണുത്ത ഐസ്ക്രീം. ഈ സ്വന്തം കാണാൻ അച്ഛനട സ്ലോ മോട്ടിച്ച് വെയിലായിട്ട് കാണില്ല. അപ്പൊ നമ്മൾ ഐസ്ക്രീം ഇപ്പൊ വരും ഗൈസ്. യു ആർ വെയിറ്റിംഗ് ഫോർ അവർ ഐസ്ക്രീം ഗൈസ്. അപ്പൊ നമ്മൾ മലമുകളിൽ പോവാണ്. അയ്യോ കണ്ട, ഇതാണ് ഗൈസ് മല. അതിന്റെ മുകളിൽ നമ്മൾ പോവും. എവറസ്റ്റ് ഒക്കെ നടക്കാൻ പോകുന്ന പോലെ. ഞാൻ ആ മലയിലെ അഥവാ എത്തിയാലോ അഥവാ എത്തിയിട്ടെങ്കിലും എന്തെങ്കിലും ആയാൽ കളിക്കാം. അങ്ങനെ ഈ മലയ്ക്ക് പകുതി കയറി നമ്മൾ വീട്ടിലോട്ട് തിരിക്കുകയാണ്. ഗൈസ് അങ്ങനെ നമ്മൾ ഐസ്ക്രീം എല്ലാം കഴിച്ചിട്ട് കുറേ അവർ കുറേ ഉറങ്ങി അച്ഛനും അമ്മയും. ഞാൻ പക്ഷേ ഫോണിലൊക്കെ കുത്തിയിട്ടുണ്ടോ പിന്നെ എന്താക്കിയതല്ലോ ആക്കി. ഞാൻ ഇപ്പം നല്ല ലേറ്റായി, ഇവിടെ ഒരു 6 മണി സംതിങ് ആയി. അപ്പം ഞാനൊരു കേക്ക് തിന്നാൻ വിചാരിച്ചു. എന്തൊരു വാനിലേൻ്റെ കേക്കാണ്. ഞാൻ ചായ കുടിക്കാറില്ല കേട്ടോ ഗൈസ്. അപ്പോൾ ഇതൊക്കെ തിന്നിട്ട് കാണാം. ചിലപ്പോൾ നമ്മൾ പുറത്ത് പോകാൻ സാധ്യതയുണ്ട്. കുറച്ച് പർച്ചേസിങ്ങുകളുണ്ട്, ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങും. ഞാൻ കുറേ ഇന്നലെ കുറച്ച് കഴിഞ്ഞു, ഇനി കുറച്ചും കൂടി ഉണ്ട്. അപ്പം ചിലപ്പോൾ പോകും, ചിലപ്പോൾ അപ്പോൾ നമ്മൾ പുറത്ത് പോകാം. നമ്മല്ല, ഞാൻ പുറത്ത് പോകാൻ റെഡിയായി. അവർ രണ്ടാളും റെഡി ആവുന്നതേ ഉള്ളൂ. അല്ല, അമ്മ റെഡി ആവുന്നില്ല, അമ്മ മടി പിടിച്ച് കിടക്കുന്നത്. അച്ഛൻ റെഡി ആവുന്നുണ്ട്. എന്ത് ചെയ്യാൻ, 2 മടിയന്മാരൊക്കെ ഉണ്ട്. ഞാൻ മാത്രം ഭയങ്കര പഞ്ചുലായിട്ട് റെഡി ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ അതേ ഔട്ട്ഫിറ്റ് ആട്ടോ ഗൈസ്. പിന്നെ മുടി മാത്രം ജസ്റ്റ് മാറ്റിയേ ഉള്ളൂ. അപ്പോൾ അവിടെ പോകുമ്പോൾ കാണാം. നമ്മൾ പോകുന്നത് വീഡിയോ ചൈനീസ് അങ്ങനെ എന്തോ കാണാം. ചൈനീസ് മള അങ്ങനെ പോകുമ്പോൾ കാണാം. അപ്പോൾ നമ്മൾ ചൈനീസ് കോപ്പറാൻ കളിക്കില്ല. അപ്പോൾ അച്ഛനെ കുറച്ച് കോപ്പറാൻ കൂടിയതാണ്. അപ്പോൾ നമ്മൾ ചൈനീസ് വില്ലേജിൽ എത്തിയിട്ടുണ്ട്. കുറേ അങ്ങോട്ട് നടന്നു പോയത് കേട്ടോ. നമ്മൾ കാർ അവിടെ പാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നതാണ്. നമ്മുടെ സ്ഥലത്തെത്തി.
ഗൈസ് അപ്പോൾ നമ്മുടെ അല്ലറ ഷോപ്പിങ്ങെല്ലാം കഴിഞ്ഞു. അച്ഛനിപ്പോൾ ഷവർമ്മ മേടിക്കാൻ പറ്റുന്നുണ്ട് ഗൈസ് ഡിന്നറിനായിട്ട്. എനിക്ക് ഭയങ്കര ക്ഷീണം. ഞാനിങ്ങനെ വീട്ടിൽ പോയിട്ട് ഉറങ്ങാൻ വേണ്ടി ഇരിക്കുവാണ്. അപ്പോൾ വീട്ടിലെത്തിയിട്ടാണ് ഗായ്സ്. അപ്പോൾ നമ്മൾ വീട്ടിലെത്തി വരുന്ന വഴിക്കൊരു കരിക്കൊക്കെ കുടിച്ചിട്ടാണ് വന്നത്. അങ്ങനെ നമ്മൾ കുളിച്ച് ഫ്രഷായി ഡിന്നർ കഴിക്കാൻ പോവാ. അച്ഛനും അമ്മയും എന്നെ കൂട്ടാണ്ട് കഴിച്ചു. അവരിപ്പോൾ ഇരുന്ന് സുഖമായിട്ട് കാണിക്കാനൊക്കെ മടിയാണ്. അപ്പോൾ ഞാൻ അവരോട് സമരത്തിലാണ് എന്നെ കൂട്ടാണ്ട് കഴിച്ചത്. സലാം കൊച്ചു കഴിക്കും. ഓക്കെ, അതിൽ തന്നെ അവർ കഴിക്കാൻ തന്നെ വിളിച്ചായിരുന്നു. അപ്പം ഞാൻ ഭയങ്കര തിരക്കിലായതുകൊണ്ടായിരിക്കാം എന്നോട് പറഞ്ഞായിരുന്നു കഴിക്കാൻ. എൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഷവർമ്മ. എനിക്ക് സത്യം പറഞ്ഞാൽ ഷവർമ്മ ഇഷ്ടമല്ല, പക്ഷേ എന്താ ചെയ്യുക, കഴിച്ചതൊക്കെ ഇഷ്ടമാണ്. പക്ഷേ കഴിച്ചു മതി. അപ്പം ഇതൊക്കെ കഴിച്ചിട്ട് വരാം കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ എന്താക്കി ഷവർമ്മ കഴിച്ച് കഴിഞ്ഞു. കഴിഞ്ഞ സ്ഥിതിക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാമല്ലോ. അടുത്ത പരിപാടി എന്ന് പറഞ്ഞത് എന്താ കുറച്ച് എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് നല്ല ഉറക്കവും ക്ഷീണം അതെല്ലാം വരുന്നുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യുന്നില്ല. വേറെ എന്തെങ്കിലും ടി വി എല്ലാം കമ്പ്യൂട്ടറിലും കുറച്ച് കണ്ടിട്ട് നേരെ ഉറങ്ങാനാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ ഞാനിനി ടി വി എല്ലാം കണ്ടിട്ട് ഉറങ്ങാൻ പോകുമ്പോൾ വരാം. ഞാൻ ഉറങ്ങിപ്പോയി. സിൽവണ്ടിലേക്ക് ഭയങ്കര ഉറക്കം വന്നിട്ട് ഉറങ്ങി ഗൈസ്. എന്ത് സുഖം. എന്തെല്ലോ സ്വപ്നം കണ്ടിരുന്നു. സ്വപ്നം ഞാൻ മറന്നുപോയി. നല്ലൊരു ഉറക്കം ഉറങ്ങി. നല്ല രാവിലെ എണീക്കായിരുന്നു. അച്ഛൻ എണീച്ചു. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അത് ഇത് എല്ലാം അറിയാലോ, അതെല്ലാം ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.